നമസ്കാരം. കേരള അസംബ്ലി ഇലക്ഷൻ 2022 ഡേറ്റ അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. 140 മണ്ഡലവും നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. 2016 കേരള അസംബ്ലിയിലെ വോട്ടുകളും 2021 കേരള അസംബ്ലിയിലെ വോട്ടുകളും 2024 ലോക്സഭയിൽ ഓരോ അസംബ്ലിക്കും കിട്ടിയ അസംബ്ലി തിരിച്ചുള്ള വോട്ടുകളുടെ ബേസ് ചെയ്താണ് ഈ ഡേറ്റ അനാലിസിസ് പോകുന്നത്. അപ്പോൾ ആദ്യം മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ ഡേറ്റയാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 2016 UDF ആണ് വിജയിച്ചത്. രണ്ടാം സ്ഥാനം NDA, മൂന്നാമത് LDF. UDF ആകെ 100 താഴെ വോട്ട് 89 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. മുൻ BJP പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെയാണ് തോൽപ്പിച്ചത്. രണ്ടാമത് 2021 ആകുമ്പോൾ വീണ്ടും NDAയുടെ കാൻഡിഡേറ്റ് കെ സുരേന്ദ്രൻ തന്നെയാണ്. എങ്കിലും വീണ്ടും UDF വിജയിക്കുകയാണ്. നെക്ക് ടു നെക്ക് ഫൈറ്റാണ്, രണ്ടുപേരും തുല്യ ശക്തികളാണ്. അപ്പം അതിലൊരു 1000 താഴെ വോട്ട് 745 വോട്ടിനാണ് ജയിച്ചത്. LDF സത്യത്തിൽ LDFന് മൂന്നാം സ്ഥാനം വലിയ കാര്യമായ പ്രാതിനിധ്യം ഇല്ലാത്തൊരു മണ്ഡലമാണ് മഞ്ചേശ്വരം. പ്രധാന ഒരു കാരണം കർണാടക ബോർഡറായോണ്ടായിരിക്കാം. കന്നഡ സ്പീക്കിംഗ് വോട്ടേഴ്സും ഉണ്ട്. അപ്പം എന്തായാലും LDFന് ഒരു 40,000 വോട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2024 ലോക്സഭയിൽ എത്ര കിട്ടി എന്ന് നോക്കാം. ലോക്സഭാ മണ്ഡലത്തിൽ കാസർഗോഡ് മണ്ഡലത്തിലാണ് മഞ്ചേശ്വരം പെടുന്നത്, ലോക്സഭാ മണ്ഡലം. അപ്പോൾ അതിൽ രാജ്ഭവൻ ഉണ്ണിത്താൻ, അദ്ദേഹം UDFൻ്റെ കാൻഡിഡേറ്റാണ്. ഏറ്റവും കൂടുതൽ വോട്ട് 74,000 വോട്ടുകൊണ്ട് അത് കയറിയിരിക്കുകയാണ്. NDAയുടെ വോട്ട് 57,000 വോട്ട് NDA പിടിച്ചിട്ടുണ്ട്. വീണ്ടും LDFന് 30,000 വോട്ട് കുറഞ്ഞിരിക്കുകയാണ്, 30,000 എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓരോ മുന്നണിയുടെ വോട്ട് ഷെയർ 3 തെരഞ്ഞെടുപ്പിൽ നോക്കാം. ആദ്യം LDFൽ 42,000 വോട്ടുണ്ടായിരുന്നു മഞ്ചേശ്വരത്ത് 2016. 2024 ആയപ്പോൾ 40,000 ആയിരിക്കുകയാണ്. 2024 ലോക്സഭ തെരഞ്ഞെടുപ്പ് പ്രകാരം 30,000 വോട്ടോട്ട് കുറഞ്ഞിരിക്കുകയാണ്. അത് UDF ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുകയാണ്. 2016 56,000 ഉള്ളത് ഏകദേശം 10,000 വോട്ട് കൂട്ടി 2021 65,000 ആക്കി. വീണ്ടും ഒരു 10,000 വോട്ട് കൂട്ടി ലോക്സഭയിൽ 75,000 ആക്കിയിരിക്കുകയാണ് UDF. NDAയുടെ പെർഫോമൻസ് ഒരു രണ്ട് സൈഡും ഫ്ലക്ച്വേറ്റിംഗ് ആണ്. 56,000 വോട്ടുണ്ടായിരുന്ന NDA 2021 65,000 ആക്കിയെങ്കിലും ലോക്സഭയിൽ അത് വീണ്ടും കുറഞ്ഞ 57,000 ഉണ്ട്. അത് 60,000 വോട്ടിനടുത്ത് NDAക്ക് ഉണ്ട് ഉറപ്പിച്ച് വോട്ടെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 3 മുന്നണിയെ നോക്കുകയാണെങ്കിൽ 3 തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിൽക്കുന്നത് UDF ആണ്. 3 തെരഞ്ഞെടുപ്പിലും 2ാം സ്ഥാനം ഇരിക്കുന്നത് NDA ആണ്. 3 തെരഞ്ഞെടുപ്പിലും 3ാം സ്ഥാനം LDF ആണ്. അപ്പോൾ എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ ആവില്ല സ്റ്റേറ്റ് ഇലക്ഷൻ എന്നറിയാം നമുക്ക്. അപ്പം എന്തായാലും ഇതിനെ ബേസ് ചെയ്ത് ഇപ്പോഴത്തെ ഒരു സ്ലൈറ്റ് അപ്പർ ഹാൻഡ് UDFന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. 3 ഇങ്ങനെ കറക്റ്റായിട്ട് വിജയിച്ചിരിക്കുമ്പോൾ. എങ്കിലും NDA എഴുത്തള്ളാൻ പറ്റില്ല. കാരണം സ്റ്റേറ്റ് ഇലക്ഷനിലെ പല പാരാമീറ്ററുകളും വരുമ്പോഴും വോട്ടുകൾ മാറുമ്പോഴും ഒക്കെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആര് വിജയിക്കുമെന്നാണ് മഞ്ചേശ്വരം മണ്ഡലം എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും മണ്ഡലത്തിൻ്റെ അനാലിസിസ് പെട്ടെന്ന് വീഡിയോ വേണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങളത് പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.